കേരളത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്തിൻ്റെ പ്രാധാന്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പലതവണ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കാര്യം ഈ ചാനലിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉള്ളതിനേക്കാൾ പ്രാധാന്യമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയ്ക്കുള്ളത്. നിരവധി വർഷങ്ങളായി തുടർന്നു വരുന്ന രീതി അനുസരിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ഏത് മുന്നണിയാണോ മുൻതൂക്കം നേടുന്നത് ആ മുന്നണി കേരളം ഭരിക്കുമെന്നുള്ളതാണ്. പലതവണ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ അതിനൊപ്പം പറയാനുള്ള മറ്റൊരു കാര്യമുണ്ട്. തലസ്ഥാന ജില്ലയിൽ UDFന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ്? നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്ന് കോൺഗ്രസ് നാമാവശേഷമായ നിലയിലാണ്. രണ്ടാം സ്ഥാനത്ത് പോലും നിൽക്കാൻ കഴിയാത്ത BJPക്ക് പിന്നിൽ മൂന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ് കോൺഗ്രസ്. കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തിരുവനന്തപുരത്തെ 4 മണ്ഡലങ്ങളാണ് വട്ടിയൂർക്കാവ്, നേമം, തിരുവനന്തപുരം സെൻട്രൽ, കഴക്കൂട്ടം എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ. ഈ 4 മണ്ഡലങ്ങളിലും BJPക്ക് അത്യാവശ്യ മേൽക്കൈ ഉണ്ടെന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ 4 മണ്ഡലങ്ങളിൽ 3 എണ്ണത്തിലും BJP ഒന്നാം സ്ഥാനത്ത് എത്തിയിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം. ഇതിൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ മാത്രമാണ് BJP രണ്ടാം സ്ഥാനത്തേക്ക് പോയത്. എന്നാൽ പ്രാദേശിക തെരഞ്ഞെടുപ്പ്, അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ പറയുന്ന മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ വാർഡുകളിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് മാത്രമാണ് ഇക്കാര്യത്തിൽ ഇടത് വലത് മുന്നണികൾക്ക് ആശ്വസിക്കാനുള്ള വസ്തുത. സംസ്ഥാനത്ത് ഇനി നടക്കാൻ പോകുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF മുന്നണി അധികാരത്തിലെത്തുമെന്നു തന്നെയാണ് കോൺഗ്രസും അവരുടെ സഖ്യകക്ഷികളും വിചാരിക്കുന്നത്. ശക്തമായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സംസ്ഥാനത്ത് ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്നും തന്നെയാണ് UDF വിശ്വസിക്കുന്നത്. ഇത് എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. കാരണം 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് UDFും ആ മുന്നണിക്കുള്ളിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാനത്ത് ഭരണമാറ്റം പ്രതീക്ഷിച്ചിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും നടക്കുകയും ചെയ്തതിന് പിന്നാലെ പുറത്തുവന്ന പല എക്സിറ്റ് പോളുകളിലും UDF കേരളം പിടിക്കുമെന്ന് തന്നെയാണ് പ്രവചിക്കപ്പെട്ടത്. എന്നാൽ ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങൾ LDFന് ഭരണ തുടർച്ച അവകാശപ്പെട്ട് രംഗത്തെത്തി. സംസ്ഥാനത്ത് എന്താണ് നടന്നത് എന്നുള്ളത് അന്ന് നമ്മൾ കണ്ടതാണ്. 2016 LDF മുന്നണി നേടിയതിനേക്കാൾ ഭൂരിപക്ഷത്തോടു കൂടിയാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF മുന്നേറ്റം നടത്തിയത്. സംസ്ഥാനത്ത് വലിയ രീതിയിൽ അഴിമതികൾ നിലനിൽക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ടെന്നും വിശ്വസിച്ചുകൊണ്ടായിരുന്നു UDF 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ വിശ്വാസത്തിലായിരുന്നു UDFൻ്റെ മുഴുവൻ പ്രതീക്ഷയും എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ കാര്യങ്ങൾ അവർ വിചാരിച്ചതുപോലെ നടന്നില്ല. എന്നാൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ തങ്ങളുടെ വഴിക്ക് തന്നെ നീങ്ങുമെന്നാണ് UDFും ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസും ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഭരണം പിടിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ നിരവധി തന്ത്രപ്രധാനമായ നീക്കങ്ങളും UDF ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തലസ്ഥാന ജില്ല UDFന് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ തങ്ങളുടെ മുന്നണി സംവിധാനത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ ഇപ്പോൾ UDF തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആകെ 14 നിയമസഭാ മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. ഈ 14 മണ്ഡലങ്ങളിൽ 13 മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. ഒരു മണ്ഡലത്തിൽ മാത്രം, അതായത് ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം RSPയാണ് മത്സരിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ RSP സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല, മറ്റൊരു മാറ്റം കൂടി നടക്കും. അത് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലായിരിക്കും. കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് മണ്ഡലത്തിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിലും 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലം UDF തങ്ങളുടെ ഒരു ഘടകകക്ഷിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ UDFൽ 2 മാറ്റങ്ങളാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിനൊരു പ്രത്യേകതയുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 4 മണ്ഡലങ്ങളിൽ ഒന്നാണല്ലോ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഇവിടെ 2ാം സ്ഥാനത്ത് എത്തിയ കാര്യം ഞാൻ പറയുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ പറഞ്ഞ 4 മണ്ഡലങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ എത്താത്ത ഒരു മണ്ഡലം ഈ പറയുന്ന തിരുവനന്തപുരം സെൻട്രലാണ്. വട്ടിയൂർക്കാവും നേമവും കഴക്കൂട്ടവും എടുത്തു നോക്കിയാൽ
അവിടെയെല്ലാം LDF വിജയിക്കുകയും രണ്ടാം സ്ഥാനത്ത് BJP എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ വിജയിച്ചത് LDF സ്ഥാനാർത്ഥിയാണെങ്കിലും രണ്ടാം സ്ഥാനത്തെത്തിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആന്റണി രാജു അന്ന് 48,748 വോട്ടുകൾ നേടിയപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കോൺഗ്രസിലെ VS ശിവകുമാർ 41,659 വോട്ടുകൾ നേടി. നല്ല മാർജിനിൽ, അതായത് 7,089 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അന്ന് ആന്റണി രാജു മണ്ഡലത്തിൽ വിജയിച്ചത്. ഇത്തവണ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം UDF തങ്ങളുടെ ഒരു ഘടകകക്ഷിക്ക് കൊടുക്കാൻ പോകുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. LDFിൽ ആന്റണി രാജുവിൻ്റെ ജനാധിപത്യ കേരള കോൺഗ്രസിനെ പോലെ തന്നെ ഒരു ഏകാംഗ പാർട്ടിക്കാണ് തിരുവനന്തപുരം മണ്ഡലം UDF നൽകുന്നത്. അതായത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന CMPയുടെ CP ജോൺ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ LDFിലെയും UDFിലെയും രണ്ട് ഘടകകക്ഷികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്ന പ്രത്യേകതയാണ് കാണാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം ആയതുകൊണ്ട് തന്നെ ശക്തനായ ഒരു BJP സ്ഥാനാർത്ഥി കൂടി മത്സര രംഗത്തെത്തിയാൽ ജില്ലയിലെ ഏറ്റവും ശക്തിയേറിയ മത്സരം നടക്കുന്ന ഒരിടമായ ആ മണ്ഡലം മാറുകയും ചെയ്യും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CP ജോൺ മത്സരിച്ചില്ല. സാധാരണയായി CP ജോൺ മത്സരിക്കുന്ന സ്ഥിരം മണ്ഡലം തൃശൂർ ജില്ലയിലെ കുന്നംകുളമാണ്. 2011 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥി ബാബു M പല്ലിശ്ശേരിയോട് ഏറ്റുമുട്ടിയ CP ജോൺ തോറ്റത് വെറും 481 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. കുന്നംകുളം മണ്ഡലത്തിലെ തൻ്റെ സ്വാധീനം പരമാവധി ഉപയോഗിച്ചിട്ടും അന്ന് CP ജോണിന് ജയിക്കാനായില്ല. തൊട്ട് അടുത്ത തവണ, അതായത് 2014 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കുന്നംകുളത്തു നിന്നും ജനവിധി തേടിയ CP ജോൺ അന്ന് നേരിട്ടത് CPM സ്ഥാനാർത്ഥിയായ AC മൊയ്തീനെ ആയിരുന്നു. 2011 പ്രകടനം ആവർത്തിക്കാൻ CP ജോണിന് കഴിഞ്ഞില്ല. 7,782 വോട്ടുകൾക്കാണ് CP ജോണിനെ മൊയ്തീൻ തോൽപ്പിച്ചത്. 2021 UDF CMPക്ക് മത്സരിക്കാൻ ഒരു സീറ്റ് നൽകിയെങ്കിലും അത് കുന്നംകുളമായിരുന്നില്ല, പാലക്കാട് ജില്ലയിലെ നെന്മാറയായിരുന്നു. CN വിജയകൃഷ്ണനാണ് അന്ന് CMP സ്ഥാനാർത്ഥിയായി നെന്മാറയിൽ മത്സരിച്ചത്. 28,704 വോട്ടിൻ്റെ വമ്പൻ തോൽവിയാണ് അന്ന് CMP സ്ഥാനാർത്ഥി നെന്മാറയിൽ ഏറ്റുവാങ്ങിയത്. UDFിനു വേണ്ടി പൊതുവേദികളിലും ചാനൽ ചർച്ചകളിലും മികച്ച സഹകരണം കാഴ്ചവയ്ക്കുന്ന CP ജോണിനെ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചെടുക്കണമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്ഥിരമായി VS ശിവകുമാർ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ CP ജോണിനെ നിർത്തി വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് ആരംഭിച്ചതും. വിജയിച്ചു കഴിഞ്ഞാൽ UDF അധികാരത്തിലെത്തുകയാണെങ്കിൽ CP ജോൺ മന്ത്രിയാണെന്നുള്ളതും ഈ ശ്രമങ്ങൾക്ക് ഊർജം പകരുന്നുണ്ട്. എന്നാൽ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് കരുതുന്ന ആന്റണി രാജു അത്ര പെട്ടെന്ന് തോൽവി സമ്മതിക്കുന്ന ഒരു വ്യക്തിയല്ല. രണ്ടാം പിണറായി മന്ത്രിസഭയിലെ ആദ്യഘട്ടത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ആന്റണി രാജു തിരുവനന്തപുരം സിറ്റിയിൽ നടപ്പിലാക്കിയ KSRTCയുടെ സിറ്റി സർക്കുലർ സർവീസ് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം സൃഷ്ടിച്ചിരുന്നു. തിരുവനന്തപുരം സിറ്റിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ഇട റോഡുകളിൽ ഗതാഗത സൗകര്യം കൊണ്ടുവന്ന സിറ്റി സർക്കുലർ സർവീസ് ഒരു മന്ത്രി എന്ന നിലയിൽ രാജുവിന് വളരെ പേരും പ്രശസ്തിയും നേടിക്കൊടുത്തിരുന്നു. മാത്രമല്ല, തൻ്റെ വകുപ്പ് മാന്യമായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത ശേഷം ആന്റണി രാജു പ്രതിഷേധങ്ങൾ ഒന്നുമില്ലാതെ തന്നെ മന്ത്രിസ്ഥാനം ഒഴിയുകയും ചെയ്തിരുന്നു. കാലങ്ങൾക്ക് മുൻപ് SFIയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന CP ജോൺ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തുകയാണെങ്കിൽ LDF ആന്റണി രാജുവിനെ തന്നെ കളത്തിൽ ഇറക്കുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. RSPയുടെ തിരുവനന്തപുരത്തെ നിലവിലെ ഏക മണ്ഡലമാണ് ആറ്റിങ്ങൽ. ഇതൊരു സംവരണ മണ്ഡലം കൂടിയാണ്. LDFിൻ്റെ ശക്തമായ കോട്ടകളിൽ ഒന്ന്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റിൽ പോലും വിജയിക്കാൻ കഴിയാത്ത പാർട്ടിയാണ് RSP. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് RSPയെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. 2016 മുതൽ ഓരോ തവണയും 5 മണ്ഡലങ്ങൾ വീതമാണ് RSPക്ക് UDF മത്സരിക്കാൻ നൽകിയത്. എന്നാൽ ഒരു മണ്ഡലത്തിൽ പോലും വിജയിക്കാൻ അവർക്കായില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചില നിർദ്ദേശങ്ങൾ RSP മുന്നോട്ട് വച്ചിട്ടുണ്ട്. 5 മണ്ഡലങ്ങളിൽ 3 മണ്ഡലങ്ങൾ കോൺഗ്രസിന് വിട്ടുകൊടുക്കാമെന്നും അതിനു പകരം ഒരു മണ്ഡലം തങ്ങൾക്ക് തരണമെന്നുമാണ് RSP മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശം. തങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്ന 3 മണ്ഡലങ്ങൾ മതി എന്നാണ് RSP ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. വടക്കൻ ജില്ലയിൽ ഏതെങ്കിലും ഒന്നിൽ നൽകി വരുന്ന ഒരു മണ്ഡലവും, അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ ഇരവിപുരം നിയമസഭാ മണ്ഡലവും, പിന്നെ നമ്മൾ പറഞ്ഞ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലവും കോൺഗ്രസിന് വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് RSP അറിയിച്ചു കഴിഞ്ഞു. തങ്ങളുടെ പ്രധാന തട്ടകമായ ചവറയും അതുപോലെ സംവരണ മണ്ഡലമായ കുന്നത്തൂരും നിലനിർത്തുന്നതിനൊപ്പം മറ്റൊരു മണ്ഡലം കൂടി തങ്ങൾക്ക് വേണമെന്നാണ് RSP പറയുന്നത്. RSPയുടെ നിർദ്ദേശം കോൺഗ്രസ് അംഗീകരിച്ചാൽ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കാൻ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായ മനോജ് മോഹനാണ്.
തിരുവനന്തപുരം ജില്ലയിലെ സംവരണ മണ്ഡലങ്ങളായ ആറ്റിങ്ങലും ചിറയൻകീഴും മനോജ് മോഹന്റെ പേര് ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരത്തെ ചിറയൻകീഴ് നിയമസഭാ മണ്ഡലത്തിൽ 2021 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച അനൂപ് BS ഒരിക്കൽ കൂടി മത്സരിക്കാൻ എത്തുമെന്ന പ്രചരണങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ 15,000-ഓളം വോട്ടുകളുടെ വ്യത്യാസത്തിൽ തോൽവി ഏറ്റുവാങ്ങിയ അനൂപിന് ഇത്തവണ സ്ഥാനാർത്ഥിത്വം നൽകില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ചിറയൻകീഴ് നിയമസഭാ മണ്ഡലത്തിനും ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിനും ഉൾപ്പെടുന്ന പഞ്ചായത്തുകളിൽ ചിരപരിചിതനായ മനോജ് മോഹൻ സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുമുണ്ട്. ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കുകയാണെങ്കിൽ മനോജ് മോഹൻ തന്നെയായിരിക്കും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി എത്തുക എന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റൊരു പേര് ഈ മണ്ഡലത്തിൽ പരിഗണനയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയും അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെയും ചിറയൻകീഴ് ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മനോജിന് 2 മണ്ഡലങ്ങളിലും ജയസാധ്യത ഉണ്ടെന്ന് തന്നെയാണ് നേതൃത്വം കരുതുന്നതും. എന്തായാലും പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു മണ്ഡലം ഘടകകക്ഷിയിൽ നിന്നും കോൺഗ്രസ് ഏറ്റെടുക്കുമ്പോൾ മറ്റൊരു മണ്ഡലം ഘടകകക്ഷിക്ക് നൽകുകയാണ് തിരുവനന്തപുരത്ത്. കേരളം ഇത്തവണ പിടിക്കണമെന്ന ഉറച്ച തീരുമാനമെടുത്തു നിൽക്കുന്ന UDFന് ആറ്റിങ്ങലും തിരുവനന്തപുരം സെൻട്രലും ചെറിയ രീതിയിലെങ്കിലും പ്രതീക്ഷ നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ 2026 തന്നെ അതിനുത്തരം പറയേണ്ടി വരും.